ഗൈസ് വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞങ്ങൾ പൊങ്കാലയുടെ തലേ ദിവസമായിട്ട് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇപ്പോൾ പഴവങ്ങാടി ഭാഗത്തുണ്ട്. സോ ഞങ്ങളൊന്ന് അടിച്ച് പൊളിച്ച് എല്ലാം ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ. ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ സിഗ്നലിൽ കിടന്നപ്പോൾ ആനയുടെ ഒരു ഫിഗർ ഉണ്ടായിരുന്നു. സൗണ്ടും മോഷനും ഒക്കെ ആയിട്ട് രസമുണ്ട്. സോ ഞങ്ങൾ എന്തായാലും വൈകുന്നേരം വരെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തിട്ട് രാത്രി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളങ്ങനെ നൈറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ മേടിക്കുകയാണ്. അതായത് നാളത്തെ പൊങ്കാല പരിപാടിക്കായിട്ട് ഇടാനായിട്ട് കുറച്ച് കുപ്പികളെയും മാലയും കമ്മലും ഒക്കെ മേടിക്കണം, മുത്തിൻ്റെ സാരിയുടെ കൂടെ മാച്ച് ചെയ്തിടാനായിട്ട്. സോ എനിവേസ് അത് തപ്പി ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. വൈകുന്നേരം സന്ധ്യാസമയമായിട്ടും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ആദ്യം മാലക്കടയാണ് നോക്കിയത്. കുറച്ച് മാലകൾ മേടിച്ചു. ദെൻ കമ്മൽ, പിന്നെ വള, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതൊക്കെ മേടിക്കുന്നു. വിക്കി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ മേടിച്ച് ഒന്ന് സെറ്റാക്കിയത്. അത്യാവശ്യം നല്ല ലാഭകരമായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിൽ മേടിക്കുക. സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു വള, ഒരു കമ്മൽ. ഇനി അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ഫുഡ്. അപ്പോഴത്തേക്കും വിക്കി വന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ചായി യാത്ര. ഞാനൊന്ന് മുണ്ടിലേക്ക് മാറി, പാൻറ്റിൽ നിന്നും കുറച്ചുകൂടെ ട്രഡീഷണൽ വെയറിലേക്ക്. രാത്രി നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ കണ്ട് ആൾക്കാരുടെ ഇടയിലൂടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ഏരിയയൊക്കെ കണ്ടു. രാത്രി ചപ്പാത്തിയും ഉള്ളിക്കറിയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ കണ്ട് ദെൻ അമ്പലത്തിനടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെറ്റ് ഷോ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുവാണ്. ഞങ്ങളുടെ ഇടതുവശത്തായിട്ട് കാണുന്ന അമ്പലത്തിലേക്ക് പോകാനുള്ള ക്യൂ ആണ്. അത് ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അമ്പലം. അമ്പലത്തിനകത്തേക്ക് ഇപ്പോൾ കയറാൻ സാധിക്കില്ല. ഞങ്ങൾ എന്തായാലും അമ്പലത്തിനടുത്തുള്ള ആ ഒരു പെറ്റ് ഷോ കാണാമെന്നുള്ള ഒരു പ്ലാനിൽ അങ്ങോട്ടേക്ക് പോയി. ഇതിനിടയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. 40 രൂപയാണ് ഒരാൾക്ക് പെറ്റ് ഷോ കാണാനായിട്ടുള്ള ടിക്കറ്റ്. പെറ്റ് ഷോ എന്നാണ് പേരെങ്കിലും പട്ടിയൊന്നുമില്ല. പൂച്ച, പ്രാവ്, പാമ്പ്, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ആനിമൽസ് അതൊക്കെയാണുള്ളത്. സോ 40 രൂപയ്ക്ക് വെർത്താണെന്ന് ചോദിച്ചാൽ ഓക്കേഷാണ്. നിങ്ങൾ തന്നെ എന്തായാലും കണ്ടു നോക്കൂ. കുറേ എലിക്കുഞ്ഞുങ്ങളും ഹാംസ്റ്റേഴ്സും കോഴിയും പ്രാവും അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ട്. കയറുമ്പോൾ ആദ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എലിക്കുഞ്ഞുങ്ങളെ പോലത്തെ കുറേ ജീവികളാണ്. നമ്മുടെ സ്റ്റുവർട്ട് ലിറ്റിലില്ലേ അതുപോലത്തെയൊക്കെ ഒരു എലിയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ഹാംസ്റ്റേഴ്സ്, പിന്നെ എലികളുടെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എല്ലാം കണ്ടു. ദെൻ ഇത് ഒരു ഹെഡ്ജ് ഹോഗാണ്. അതൊരു മുള്ളമ്പന്നിയൊക്കെ പോലത്തെ ഒരു സാധനമാണ്. കാണാൻ നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. പിന്നെ കുറച്ച് ബേർഡ്സിൻ്റെ ഏരിയയാണ്. ലവ് ബേർഡ്സ് പോലത്തെ പലതരം ബേർഡ്സുകളാണ്. എല്ലാത്തിനും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് വായിച്ച് പഠിച്ചൊന്നുമില്ല, കണ്ട് ഒന്ന് രസമായിട്ട് ഭംഗിയായിട്ടൊന്ന് ആസ്വദിച്ചു. ദെൻ പക്ഷികളുടെയൊക്കെ ഒരു കേന്ദ്രം. മുത്തിനെന്താ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പക്ഷികളെയൊക്കെ കണ്ട്. അതിന് നമുക്ക് തീറ്റ കൊടുക്കാനുള്ള സൗകര്യം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണുക അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കൂട്ടിലിങ്ങനെ ഇട്ട് വെച്ചേക്കുകയാണ്. അത് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പോസ് ചെയ്തിരിപ്പുണ്ട്. പാരലി ദൂരെ അപ്പുറത്തായിട്ട് പാമ്പിനെയൊക്കെ തോളിലിട്ട് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സോ ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ. മെയിൻ വേൽക്കണ്ടില്ലേ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. പക്ഷേ ഈ മഞ്ഞക്കിളി മൂളുന്നില്ല. ദെൻ പിന്നെ കുറച്ച് പച്ചക്കിളികൾ അങ്ങനെ എല്ലാ കിളിയുടെ പേര് വെച്ചും പാട്ടുകളുണ്ടല്ലോ. എന്തായാലും അങ്ങനെ കിളികളെയൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ്. തത്തമ്മകളുടെ തന്നെ പല വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ടൈപ്പ് കുറച്ച് തത്തമ്മകളൊക്കെ ഉണ്ട്. തത്തമ്മകളുടെയൊക്കെ ആ ഒരു സെഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രാവും കോഴിയൊക്കെയാണ്. കോഴി എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി കോഴിയാണ് കേട്ടോ. നമ്മുടെ ഈ അൽഫാം, ഷവർമ ആ കോഴിയല്ല, വലിയ കോഴികൾ. അതാ കണ്ടില്ല, ഇവൻ്റെയൊക്കെ എന്ത് സൈസായത്. നമ്മളിങ്ങനെ സാധാരണയായിട്ട് നാട്ടുമ്പുറത്തൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത അന്തം വിട്ടുപോയി ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ. ഒരുമാതിരി ഒരു ഡൈനോസറുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കോഴി എന്ന് തോന്നുന്നു. പണ്ട് പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഡൈനോസറിൽ നിന്ന് രൂപാന്തരം സംഭവിച്ച് ഒന്നാണല്ലോ കോഴി എന്നൊക്കെ. പിന്നെ കുറച്ച് റാബിറ്റ്സ്, പ്രാവ് എന്ന് പറയുമ്പോൾ എനിക്ക് മധുര ട്രിപ്പ് ഓർമ്മ വരുന്നു. അതാ കണ്ടില്ലേ, പാമ്പുകൾ, പഴുതാരകൾ, പിന്നെ മറ്റേ തോളിലെടുത്ത് വയ്ക്കുന്ന ഓന്ത് എന്നിങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബേർഡ്സ്. മെക്കാവ് പോലത്തെ കുറച്ച് പാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതാ ഒരു പെട്ടിക്കകത്ത് ഒരു പാമ്പിരിപ്പുണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം, വീഡിയോ എടുക്കാം, എല്ലാം എടുക്കാം. അതിനായിട്ട് അവർ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പൈത്തണം അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ കുറച്ച് പൂച്ചകളുണ്ടായിരുന്നു. പൂച്ചകളെല്ലാം ഇങ്ങനെ ഡ്രഗ്ഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കിറുങ്ങിയ ഒരു സൈഡിൽ ഇരിക്കുന്നു. കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത പൂച്ചയാണ്. എന്നാൽ കാണാൻ നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ ടോമിനെ പോലെ ക്യൂട്ടായിട്ടുള്ള പൂച്ചകൾ. സോ പൂച്ചകളെയൊക്കെ കണ്ടു. ലാസ്റ്റ് പിന്നെ കുറച്ച് എലിക്കുഞ്ഞുങ്ങളെ പോലത്തെ ഗിന്നി പിക്സിനെയും കണ്ടു. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു. വിശാഖേട്ടൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുത് അകത്തുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ഈ വിഷ്വൽസൊക്കെ കാണിച്ചു തരുന്നത്. വളരെ ഭംഗിയുള്ള വിഷ്വൽസൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ഞങ്ങൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തിരക്കായി കേട്ടോ. കണ്ടില്ലേ, ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ കൂടുകയാണ്. ചെളിയാണ് തറയിലൊക്കെ. നമ്മളപ്പോൾ നടക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വന്നു. കാരണം മോഷണമൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നതാണ്. ഈ ഇടയ്ക്ക് തന്നെ ന്യൂസിൽ കണ്ടില്ലേ, ഒരാൾ പാദസരം കട്ട് ചെയ്തുകൊണ്ട് പോയി. ഇത് അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. ഈ കാണുന്നത് അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. വിശാഖേട്ടൻ എത്തിക്കഴിഞ്ഞു. വിശാഖേട്ടൻ എൻ്റെ പുതിയ താടിയില്ലാത്ത ലുക്കൊക്കെ കണ്ടിട്ട് ചിരിയോട് ചിരിയായിരുന്നു കുറച്ച് നേരത്തേക്ക്. ആ ഞെട്ടലൊക്കെ മാറാനായിട്ട് ഞങ്ങൾ പിന്നെ ഇനി ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡാണ്. അറിയാമല്ലോ, ഞങ്ങളിവിടെ യാത്ര പോയതിന് ഫുഡ് നമ്മുടെ മെയിൻ ഫോക്കസാണ്. സോ അതിനിടയ്ക്ക് അവിടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, LED ലൈറ്റ്സിൻ്റെ പരിപാടി അല്ലാതെ ഇപ്പോൾ LED നല്ല ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് ശിവനെയൊക്കെ നല്ല സ്റ്റൈലായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാതെ പഴയ പോലത്തെ സീരിയൽ ലൈറ്റ്സ് വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. സ്റ്റേജിൽ അവിടെ ഡാൻസ് നടക്കുന്നുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ട്. സോ നമുക്ക് കഴിക്കാം. ആദ്യം കോളിഫ്ലവർ ഫ്രൈയും ബജിയും അങ്ങനത്തെ കുറേ പൊരിപ്പ് ഐറ്റംസൊക്കെ മേടിച്ചു. കോളിഫ്ലവർ ഫ്രൈയുടെ കൂടെ സോസൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. ഹെൽത്തി ആണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത്തരം യാത്രകൾക്ക് പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് കഴിക്കണം. ബജി, മുളക് ബജി, എന്താ പറയുക, കായ് ബജി, എല്ലാ തരം ബജികളും ഉണ്ട്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അവിടെ ഒരു ചേച്ചി നിന്നിട്ട് ഈ പൊട്ടറ്റോ ട്വിസ്റ്റർ മേടിക്കുന്നുണ്ടപ്പോഴത്തേക്കും മനസ്സിലൊരു മോഹം, ഒരു പൊട്ടറ്റോ ട്വിസ്റ്റർ നമുക്ക് മേടിച്ചാലോ. സോ അടുത്തതായിട്ട് പാനിപൂരി പൊട്ടറ്റോ ട്വിസ്റ്റർ മേടിച്ചു. പാനിപൂരി നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പൊട്ടറ്റോ ട്വിസ്റ്ററാണ് കഴിച്ചത്. ഇതിന് പല പേരുകളുണ്ട് കേട്ടോ. സ്പ്രിംഗ് റോള്, പൊട്ടറ്റോ ട്വിസ്റ്റർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ദേഹം കഴിച്ച് ഷർട്ടിൽ കുറച്ച് സോസും വീണു. വിക്കിത ഒരു കായ ബജിയും കൂടെ കഴിച്ചു. സോ ഞങ്ങൾ തൽക്കാലം വയറ് വിശപ്പിനുള്ള സാധനങ്ങൾ കഴിച്ചു. ഇനി നമുക്ക് ദാഹവും കുറച്ച് മധുരവും കഴിക്കണ്ടേ. അപ്പോൾ ഒരു പയ്യൻ അവിടെ നിന്ന് കുലുക്കി സർബത്ത് അടിയുന്നുണ്ട്. നേരെ പോയി ഒരു ഗ്രീൻ ആപ്പിൾ കുലുക്കി പറഞ്ഞു. ആദ്യം അതാണ്, ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളൊരു ഗ്രീൻ ആപ്പിൾ കുലുക്കി. അവർ നല്ല പൊളി വൈബിലൊക്കെയാണ് നിന്ന് ഈ കുലുക്കി സർബത്ത് അടിക്കുന്നത്. ദെൻ ഞങ്ങളൊരു മാംഗോ കുലുക്കി ഇവിടെ ട്രൈ ചെയ്തു. മാംഗോ കുലുക്കി കുറച്ചുകൂടെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് ലിച്ചിയുടെ ഒരു മിസ്റ്റർ സോഡ കുടിച്ചു. ഒരു ആവറേജ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. വിക്കി മിസ്റ്റർ സോഡയുടെ തന്നെ ഫ്രൂട്ട് ബിയർ എന്ന് പറഞ്ഞ ഫ്ലേവർ ട്രൈ ചെയ്തു. അതും ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾക്ക് എന്താ പറയുക, മിസ്റ്റർ സോഡ കുഴപ്പമില്ല. നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും കുടിക്കുന്നതാണ്. സോ ഒരു പുതിയൊരു ഇതൊന്നുമല്ല. ദെൻ മുഹമ്മദ് ക ശർബത്ത് എന്ന് പറഞ്ഞിട്ട് സ്ട്രോബെറി ഷേക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ആവറേജ് ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവർക്ക് രണ്ടുപേർക്കും, വിശാഖിനും മുത്തിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും കൂടെ കഴിച്ചു. ദെൻ ഞങ്ങൾ ഇനിയിപ്പം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോഴത്തേക്കോ ഭയങ്കര തിരക്ക്. എന്തായാലും ഞങ്ങൾ കിട്ടിയ ഗ്യാപ്പിൽ സൈഡിൽ നിന്ന് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വിശാഖേട്ടൻ ബൈ പറഞ്ഞ് പോയി. വിശാഖേട്ടൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. സോ നടന്നു പോകണം. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വിക്കിയുടെ വീട്ടിലേക്ക് നടന്നു. അതിനിടയ്ക്ക് ഒരുപാട് തമാശകളൊക്കെ ക്രാക്ക് ചെയ്ത് കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഈ LED ലൈറ്റുകളുടെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി. ഉത്സവാന്തരീക്ഷം നല്ലതായിട്ട് ഇങ്ങനെ കൊഴുത്തു വരുന്നുണ്ട്. സാധാരണയായിട്ട് വിളക്ക് കെട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങ് വരാറുണ്ട്. ഇത്തവണ അതില്ല. പകരം പാട്ടുകൾ ഇട്ടിട്ട് DJ ഡാൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഫ്ലോട്ടുകളുണ്ട്. വിളക്ക് കെട്ട് മറ്റ് ദിവസങ്ങളിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ക്ഷീണമായപ്പോഴത്തേക്ക് അമ്പല പരിസരത്തുനിന്ന് ബൈയൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ വൈബ് ചെയ്തിട്ട് നേരെ ചെന്ന് സുഖമായി കിടന്നുറങ്ങി. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ്, ഹാപ്പി പൊങ്കാല. എല്ലാവരും കുളിച്ച് റെഡിയായി ഇതാ ഒരുങ്ങി ഇരിപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ചേച്ചിമാരും അമ്മമാരും എല്ലാവരും നല്ല പൊങ്കാലയ്ക്കായിട്ടുള്ള നിവേദ്യങ്ങൾ ഒരുക്കാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് നടന്നു. ആദ്യം വെയിലുറക്കുന്നതിന് മുമ്പ് മുഴുവനൊന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചോദിച്ചു. മുത്തിൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. ഞാനും വിക്കിയൊക്കെ വർഷങ്ങളായിട്ട് കൂടുന്നതാണ്. സോ ഞങ്ങൾ എന്തായാലും ഫുള്ള് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പലരും പൊങ്കാല കലങ്ങൾ പല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ചന്ദനം തൊട്ടും മാല തൊട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. സോ ഞങ്ങൾ ആദ്യം ഒരു സെലിബ്രിറ്റിയെ കണ്ടാലോ എന്ന് വിചാരിച്ചു. പൊങ്കാലയ്ക്ക് മസ്റ്റായിട്ടും വരുന്ന ഒരാളാണ് ചിപ്പി. സോ ചിപ്പിയെ കണ്ടിട്ട് ദൂരെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുത്താണ് കഷ്ടപ്പെട്ട് ആ ഗ്യാപ്പിൽ കൂടെയൊക്കെ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ചിപ്പി വളരെ എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടി, സീമാജി നായർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ മൊത്തം മീഡിയയുടെ ബഹളമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി ഒരു ഫ്രൂട്ട് സർബത്തൊക്കെ കുടിച്ചു. നല്ല ഇഞ്ചി ഇട്ട ഫ്രൂട്ട് സർബത്തായിരുന്നു, സൂപ്പർ ടേസ്റ്റ്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നടന്നപ്പോഴത്തേക്കും കുറച്ച് ഫോറിനേഴ്സിനെ മീഡിയ ഇൻ്റർവ്യൂ ചെയ്യുന്നതൊക്കെ കണ്ടു. പിന്നെ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ കണ്ടില്ലേ എന്തോരം ആൾക്കാരാണ് ഇരിക്കുന്നത്. ശരിക്കും ഇത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ആറ്റുകാൽ അമ്പലത്തിന്. ഇത്രയും അധികം സ്ത്രീകൾ ഒന്നിച്ച് വന്ന് അമ്മയ്ക്ക് വേണ്ടി ഇത്ര ഒരു പൊങ്കാല അർപ്പിക്കുന്നതിന് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും ഇടവഴികളും നഗറുകളും എല്ലാം പൊങ്കാലയ്ക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ശരിക്കുള്ള ചടങ്ങ് പ്രകാരം അമ്പലത്തിലുള്ള ആ ഒരു അടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് എല്ലാ സ്ഥലങ്ങളിലും പൊങ്കാല അടുപ്പിലേക്ക് തീ പകരേണ്ടതും കത്തിക്കേണ്ടതും ഒക്കെ. സോ ഞങ്ങൾ നടന്ന് തിരിച്ച് വീടെത്താറായപ്പോഴത്തേക്കും അത് ആ അമ്പലത്തിൽ തീ പകർന്നു കഴിഞ്ഞു. ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നു എന്ന് പറഞ്ഞു. സോ ഇവിടെയും എല്ലാവരും തീയൊക്കെ പകർന്നു. ഞങ്ങളുടെ വിക്കിയുടെ വീട്ടിലെ ആൾക്കാരെല്ലാം ഉണ്ട്. എല്ലാവരും നല്ല ഭക്തിയോടുകൂടി പൊങ്കാലക്കലങ്ങളൊക്കെ കത്തിച്ച് ആ പൊങ്കാല ആ ഒരു കൊതുമ്പും ചൂട്ടുമൊക്കെ വെച്ച് അതിനെ നല്ലതായിട്ട് കത്തിച്ച് അതിലൊരു വെള്ളം തിളച്ച് വരുന്നതുവരെ കാത്തു നിൽക്കുകയാണ്. പായസം, തെരളി, മണ്ടപ്പുറ്റ് തുടങ്ങിയ ഒരുപാട് തരം വിഭവങ്ങൾ പൊങ്കാലയ്ക്ക് ഒരുക്കുന്നവരുണ്ട്. ചിലർ പാൽപ്പായസം ഒരുക്കുന്നുണ്ട്, പാൽ ചോറ് ഒരുക്കുന്നവരുണ്ട്, പലതരം വിഭവങ്ങളുണ്ട്. സോ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഒരുക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു.
പെട്ടെന്ന് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആ ഒരു പുകയൊക്കെ വന്നിട്ട് ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ അൻവർ സിനിമയിൽ പൃഥ്വിരാജ് ഈ പുകയ്ക്കകത്ത് നടന്നു വരുന്ന പോലെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഫുൾ പുകയാണ്, കണ്ണൊക്കെ നീറും. പക്ഷേ അത് എന്താ പറയുക, അതൊരു പൊങ്കാലയുടെ കൂടെ ഉള്ളതാണ്. എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ ചിലതൊക്കെ നേടാൻ പറ്റും. അതുപോലെ ദേവി പ്രീതിക്ക് വേണ്ടി, ദേവി പ്രസാദത്തിന് വേണ്ടി, ചെയ്ത തെറ്റുകളൊക്കെ മാറാൻ വേണ്ടിയൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ആളുകൾ പ്രാർത്ഥിച്ച് ഓരോ നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെ പൊങ്കാലയിടും. സോ ഞങ്ങൾ അതൊക്കെ കണ്ട് അതിനിടയിലൂടെ ഇങ്ങനെ നടന്നു. സോ ഞങ്ങൾ അടുത്തായിട്ട് അഭിഷേകിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അഭിഷേകിൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അവരുടെ വീട്ടിലെ സ്ഥലമൊക്കെ ഒരുക്കി തന്നത്. സോ അവിടേക്ക് പോയിട്ട് ആൻറ്റി പൊങ്കാല ഇടുന്നതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സാധാരണ സ്റ്റൈൽ പായസമല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളൊരു പായസമാണ്. സോ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഓൺ ദ വേ എല്ലാതരം പൊങ്കാലകളും എന്താ പറയുക, പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ചേച്ചിമാരെ, അമ്മമാരെ, അമ്മമ്മമാരെ, അങ്ങനെ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ വന്ന് അവരുടെ സമയം എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നു. അഭിഷേകിൻ്റെ അമ്മ ഞങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് സ്വാഗതം ചെയ്തു. പൊങ്കാല ഉണ്ടാക്കാനായിട്ട് മുത്തും കൂടെ ഹെൽപ്പ് ചെയ്തു. ആൻറ്റിയോടൊപ്പം രണ്ടുപേരും കൂടെ ചേർന്നാണ് പൊങ്കാലയൊക്കെ ഇട്ടത്. നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, ആ ഒരു കോലമൊക്കെ വരച്ചപ്പോൾ തന്നെ ആ ഒരു പൊങ്കാല കലത്തിന് ചുറ്റും എന്താ ഭംഗി. ദെൻ ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലാണ് കേട്ടോ. പക്ഷേ ആ ഒരു വെയിലൊക്കെ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സമയത്തേക്ക് നമ്മളത് മറക്കും, കുറച്ച് നേരത്തേക്ക് അതങ്ങ് മറക്കും. എന്നാലും ഇടയ്ക്ക് ഒന്ന് വെയിൽ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഓരോ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് കുടിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും വിക്കിയുടെ അമ്മമ്മ അവിടെ നല്ല തെരളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ തെരളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊങ്കാലയുടെ മെയിൻ ഒരു നിവേദ്യമാണ്. സോ അതും റെഡിയാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു സാധനമാണ് തെരളി. ഞങ്ങൾ തിരിച്ച് ഈ പൊങ്കാല തിളയ്ക്കുന്ന സമയമായപ്പോഴത്തേക്ക് അഭിഷേകിൻ്റെ വീട്ടിലേക്ക് ചെന്നു. സോ അപ്പോഴത്തേക്ക് ആ ഒരു തിളച്ച് തൂകുന്ന ഒരു സമയത്ത് കുരവേടലും പരിപാടിയൊക്കെ ഉണ്ട്. കിഴക്ക് ദിശയിലേക്കാണ് തിളച്ച് തൂവേണ്ടതെന്നാണ് ഐതിഹ്യമൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് അതിനുശേഷം വിജയ് ഫാൻസിൻ്റെ വക അവിടെ നല്ല മാംഗോ ജ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കലക്കിയ ടാങ്ക് പോലത്തെ സാധനമാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് തണുപ്പൊന്നും ഇല്ലാതെ തൊണ്ടവേദനയൊന്നും വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുടിക്കാൻ പറ്റുന്ന സാധനമാണ്. then ഞങ്ങൾ തിരിച്ച് വീട്ടിൻ്റെ ഏരിയയിലെത്തി. ഉച്ച സമയമാകുമ്പോഴത്തേക്കും അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തവണ നേരത്തെ നേദിക്കലായിട്ട് വളരെ നേരത്തെ തന്നെ 11 മണിയായപ്പോഴേ തന്നെ അന്നദാനം തുടങ്ങി. 10:15 പൊങ്കാല ആ ഒരു അടുപ്പിലേക്ക് തീ പകർന്നതിന് ശേഷം 11:15 ആയപ്പോഴത്തേക്ക് അന്നദാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പല പല സ്ഥാപനങ്ങളും പല പല ഓർഗനൈസേഷനും എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരുപാട് ഫ്രീ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കും വാട്ടർമെലൺ മുത്ത് ഈ ഗ്യാപ്പിൽ കൂടെ കയറി ഒപ്പിച്ച് തന്നു. നല്ല വാട്ടർമെലനായിരുന്നു, ഒരുപാട് തണുപ്പൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാവുന്ന വാട്ടർമെലൻ. സോ ഞങ്ങളതൊക്കെ കഴിച്ചു. ദെൻ പതിയെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അപ്പോഴത്തേക്ക് എന്താ പറയുക, എല്ലാവരുടെയും പൊങ്കാലകളൊക്കെ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞിരുന്നു. സോ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അവിടെ അപ്പോഴും അന്നദാനം തുടരുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്, ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു. 1:15 ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് നേദിക്കും നമുക്കറിയാം. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേദിക്കാൻ സമയമായി. ഐതിഹ്യപ്രകാരം തന്നെ ആകാശത്ത് കൃഷ്ണപരുന്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വിമാനത്തിൽ അതിലേക്കൂടെ പുഷ്പവൃഷ്ടി നടത്തി വിമാനം പറന്നുപോയി. വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും നടന്നു. ഏറ്റവും ഒടുവിൽ പോറ്റിയെത്തി നേദിക്കൽ നടത്തി. ആ ഒരു പുണ്യതീർത്ഥം എല്ലാവരുടെയും പൊങ്കാല അടുപ്പിൽ എല്ലാം തളിച്ച് പ്രസാദമാക്കിയതിന് ശേഷം അദ്ദേഹം പോയി. ദെൻ ഞങ്ങൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ ടേസ്റ്റി ആയിരുന്നു. മണ്ടപ്പുറ്റുണ്ടായിരുന്നു, നല്ല കാഷ്യൂനട്ടൊക്കെ വെച്ച കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു മണ്ടപ്പുറ്റായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഇത്രയും നേരത്തെ ക്ഷീണമൊക്കെ പ്രസാദം കഴിച്ചാണ് മാറ്റിയത്. പിന്നെ തെരളി ഉണ്ടായിരുന്നു. തെരളി നേരത്തെ അമ്മാമ്മ ഉണ്ടാക്കിയതുണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തെരളി. സോ ഞങ്ങൾ അതുമൊക്കെ കഴിച്ച് അങ്കിളിൻ്റെ ഓരോ കഥയൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. വിക്കിയുടെ അച്ഛനാണ്. ദെൻ അതിനുശേഷം ഞങ്ങൾ കുറച്ച് പായസം കഴിച്ചു. പായസമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കൊഴിഞ്ഞു. ദെൻ പതുക്കെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ഒരുപാട് ദൂരം ഇനി യാത്ര ചെയ്യാനുണ്ട്. സോ എല്ലാം പാക്ക് ചെയ്ത് പതുക്കെ അഭിഷേകിൻ്റെ വീട്ടിൽ ചെന്ന് കാറൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും കോർപ്പറേഷൻ്റെ ആൾക്കാരൊക്കെ വന്ന് സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഓപ്പറേഷൻ ഗ്രീനോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. സോ അത് പ്രകാരം അവർ വളരെ പ്രോംപ്റ്റായിട്ട് വന്ന് പെട്ടെന്ന് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ റോഡ്സ് എല്ലാം ക്ലിയർ ചെയ്തു. ഞങ്ങൾ വീട്ടിലേക്ക് എത്തും തോറും ആ ഒരു ഏരിയാസൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞു. എല്ലാ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലവും വളരെ മനോഹരമായൊരു പൊങ്കാല ഉണ്ടായിരുന്നു. മുത്തിൻ്റെ ആദ്യത്തെ പൊങ്കാല മുത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ പൊങ്കാല ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ പായസം കഴിച്ചു, എല്ലാം കഴിച്ചു. ഹൗ വാസ് യുവർ ഫസ്റ്റ് പൊങ്കാല മുത്തേ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അങ്ങനെ ഞങ്ങൾ അടിപൊളി പൊങ്കാല കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവാണ് റെസ്റ്റ് എടുക്കാൻ. മറ്റൊരു വീഡിയോ കാണാതെ ഇറ്റ്സ് മീ ജിജെ സൈനിങ് ഓഫ്. ബൈ ബൈ.